വന്ന് കയറിയത് മുതൽ തന്നെ നമ്മുടെ ജിഷിൻ അനീഷിനെതിരെയുള്ള ഗെയിം തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. കാരണം സ്ട്രോങ് പ്ലേയേഴ്സിനെതിരെ തന്നെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഈസി ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നതിന് പകരം സ്ട്രോങ് പ്ലേയേഴ്സിനെ എല്ലാവരെയും, അനീഷിനെ മാത്രമല്ല അക്ബറിനെയും എല്ലാവരെയും, ഷാനവാസിനെയും അനുമോളെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നത് നല്ലത് തന്നെയാണ്. നമുക്ക് നോക്കാം എല്ലാവർക്കും എതിരെ ഗെയിം കളിക്കുമോ എന്ന്. ലൈവില് പുതിയതായിട്ട് വന്ന 5 പേരും അടുത്തടുത്തിരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു. പക്ഷെ ഇങ്ങ് അറ്റത്തിരുന്ന അനീഷ് അവിടെ നിന്ന് മാറിക്കൊടുത്തില്ല. ഇവരെ നടുക്കായിട്ട് കൊണ്ടിരുത്തു എന്ന് അനീഷ് പറയുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും അനീഷിന്റെ അടുത്തായിട്ട് ചേർന്നിരിക്കുന്നു. അപ്പൊ നെവിൻ ടാസ്ക് വായിക്കാൻ വന്ന സമയത്ത് ഈ 5 പേരും എവിടെയാണെന്ന് ഇങ്ങനെ ചോദിച്ച സമയത്ത് ഞങ്ങൾ 5 പേരും എന്താ ഇവിടെയുണ്ട്, അവനെ നോക്കണ്ട, അത് ഒരു സദ്യ വിളമ്പി വെക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും അവസാനം കുറച്ച് കാക്കയപ്പി ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ അങ്ങ് കൂട്ടിയാൽ മതി എന്ന് അനീഷിനെ കുറിച്ച് ജിഷിൻ പറയുന്നുണ്ട്. സോ ജിഷിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അനീഷ് ജിഷിന്റെ ടാർഗറ്റുകളിൽ പ്രയോറിറ്റി ഉള്ള ഒരാളാണ്. അതായത് ഒരു സദ്യയിൽ കറികൾ വിളമ്പി വെക്കുമ്പോൾ അതിലിരിക്കുന്ന കാക്കയപ്പി എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒരിക്കലും അതൊരു പ്രശംസയായിട്ട് പറയുന്നതല്ലല്ലോ. അത് എൻ്റെ ടാർഗറ്റ് ആണെന്ന് തന്നെയാണ് അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അനീഷും ജിഷിനും ഒക്കെ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഗെയിം കളിക്കുക എന്ന്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.